കണ്ടിട്ടും കൊണ്ടിട്ടും പഠിക്കാതെ സ്കൂൾ മാനേജ്മെന്റ്. ഇന്ന് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ കൂട്ടായ ദേശം ഒന്നടങ്കം മറ്റൊരു ദുരന്തത്തിന് സാക്ഷിയാകുമായിരുന്നു. ഇതിന്റെ പിന്നിൽ ഈ സ്കൂൾ ഇല്ലാതാക്കുക എന്നുള്ള ഗൂഢമായ ലക്ഷ്യം ഉണ്ടോ എന്നും സംശയിക്കുക തന്നെ വേണം. ഇതിന്റെ പിന്നിൽ ആര്? ഇന്നലെ നടന്ന അപകടം സ്കൂൾ പ്രവൃത്തി സമയത്ത് ആയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? അധികാരികളെ ഇനിയെങ്കിലും കണ്ണു തുറക്കൂ. കൂട്ടായിലെ അനേകം ആളുകൾ പഠിച്ചിറങ്ങിയ PKTPM സ്കൂളിന്റെ കെട്ടിടമാണ് ഇന്ന് പുലർച്ചെ പൂർണ്ണമായും തകർന്നു വീണത്. ജില്ലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചതുകൊണ്ടും അപകടം നടന്നത് പുലർച്ചെ ആയതുകൊണ്ടും ഒഴിവായത് വൻ ദുരന്തമാണ്. 70കളിൽ ഉണ്ടാക്കിയ കെട്ടിടങ്ങളാണ് ഇന്നും ഇവിടെ നിലനിൽക്കുന്നത്. ഇതിലൊന്നാണ് ഇന്ന് പുലർച്ചെ തകർന്നു വീണത്. ഒരു കാലത്ത് 600-ൽ പരം വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന സ്കൂൾ, സ്പോർട്സ് കായിക മത്സരങ്ങളിൽ എല്ലാം ഒന്നാം സ്ഥാനത്ത് തലയുയർത്തി നിന്നിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനവും തീരദേശത്തിന്റെ അഭിമാനവുമായിരുന്നു ഈ വിദ്യാലയം. എന്നാൽ ഇത് ചില തൽപരാവശ്യങ്ങൾക്ക് വേണ്ടി ഈ സ്കൂളിനെ ഇല്ലാതാക്കുവാൻ ശ്രമം നടക്കുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് നാട്ടുകാരും പറയുന്നത്. ഇപ്പോൾ ഇന്നലെ രാത്രി 3 മണിക്കാണ് ഇത് വീണിരിക്കുന്നത്. ഇപ്പോൾ ഇത് പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല എന്നാണ് അവരൊരു കാരണം പറയുന്നത്. വർഷങ്ങളായിട്ട് ഓരോ വർഷത്തിൽ ഇവരെന്ത് ചെയ്യും, ചെറിയ ചെറിയ മെയിൻ്റനൻസ് നടത്തിയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, അറ്റകുറ്റപ്പണികൾ ചെറുതായിട്ട് നടത്തി കഴിഞ്ഞിട്ട് ഇവർ കണ്ണിൽ പൊടിയിടുന്ന ഒരു രീതിയാണ്. ഈ ബിൽഡിങ്ങിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ഉദ്യോഗസ്ഥൻ ഏതാണെന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അയാൾക്കെതിരെ ശക്തമായൊരു നടപടി വേണം നിലവിൽ. ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങോട്ട് നോക്കൂ, ആ സ്കൂളും ഇതേ കാലപ്പഴക്കമുള്ള ഒരു കെട്ടിടമാണ്. ഒരു 48 വർഷത്തിൻ്റെ മേലെ, 50 വർഷത്തിൻ്റെ മേലെ അല്ലേ പഴക്കം ഉണ്ടാവും ഈ സ്കൂളിന്. അതെ, ആദ്യം 100-600 കുട്ടികളുടെ മേലെ പഠിച്ചിരുന്നു. ഇപ്പോൾ വളരെ കുട്ടികൾ കുറവാണ്. കാരണം ഈ മാനേജ്മെൻറ്റ് അനാസ്ഥ മൂലം എന്താ പറയുക, ഇവിടെ തൊട്ടപ്പുറത്ത് അങ്ങാടിയിലൊരു സ്കൂളുണ്ട്. ആ സ്കൂളിലേക്ക് ഇവിടെയുള്ള കുട്ടികളെ അങ്ങോട്ട് അധ്യാപകർ കൊണ്ടുപോയി ചേർക്കണം. അതായത് ഇവിടുത്തെ ശോചനീയാവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ നിങ്ങൾ വന്നപ്പോൾ തന്നെ കണ്ടല്ലോ, അത് അത്രയും മോശപ്പെട്ട ഒരു രീതിയിലേക്ക് ഈ സ്കൂള് താഴ്ന്നു പോയിരിക്കുകയാണ്. താഴെത്തട്ടിലേക്കാണ് ഈ സ്കൂളിൻ്റെ പ്രവർത്തനം മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിലവിൽ ഞാനൊക്കെ പഠിച്ചത് ഈ സ്കൂളിലാണ്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് 10-600-ൽ പരം കുട്ടികളും സ്പോർട്സിലൊക്കെ ഒരുപാട് ഈ തീരദേശത്തിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ നിന്നൊരു PKTPM UP സ്കൂളാണ് ഈ സ്കൂൾ. ന്യൂസ് 99 തിരൂർ. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.